സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണാൻ തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലവും പ്രഖ്യാപിക്കും. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് തീരുമാനം. ഇതിനിടെ വിസിയുടെ കാറിന്റെ കാറ്റ് അഴിച്ചുവിട്ടു. SFI പ്രവർത്തകരാണ് കാറ്റ് അഴിച്ചുവിട്ടതെന്നാണ് ആരോപണം. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, സംഘർഷഭരിതമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സർവകലാശാല പരിസരം. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അരുൺ, കേൾക്കാമോ? കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായി എന്നാണ് ലഭ്യമാകുന്ന വിവരം. SFI പ്രവർത്തകരുടെ അക്രമ സംഭവങ്ങൾക്കും സർവകലാശാല ക്യാമ്പസ് വേദിയായി. അരുൺ, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ? അല്പസമയം മുമ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചു. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് വോട്ടെണ്ണൽ തുടങ്ങിയത്. ഇന്ന് രാവിലെ 8 മുതൽ 10 വരെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ വോട്ടെണ്ണുന്നത് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട 2 കേസുകളുണ്ട്. അതിന്റെ വിധി വരും വരെ വോട്ടെണ്ണാൻ കഴിയില്ല നിലപാട് വൈസ് ചാൻസലർ സ്വീകരിച്ചു. എന്നാൽ അങ്ങനെയല്ല, വോട്ട് നടന്നതിന് തന്നെ വോട്ട് എണ്ണണമെന്ന ആവശ്യവുമായി CPM, SFI, അതുപോലെ തന്നെ ഇടത് അധ്യാപക സംഘടന AKPCയുടെ പ്രവർത്തകർ VCയെ ഘരാവോ ചെയ്തു. വലിയ പ്രതിഷേധം SFIയുടെ മാർച്ച് അവിടേക്കുണ്ടായി. പോലീസുമായി പലതവണ സംഘർഷാത്മകമായ അന്തരീക്ഷമുണ്ടായി. ഒടുവിൽ ഉച്ചയ്ക്ക് ഹൈക്കോടതി വിധി വന്നതോടുകൂടിയാണ് വോട്ടെണ്ണാമെന്നുള്ള തീരുമാനം VC അറിയിച്ചത്. അങ്ങനെയാണ് 3:30 വോട്ടെണ്ണൽ ആരംഭിച്ചത്. 9 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 3 പേർ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ 9-ൽ ഒരു സീറ്റിൽ BJP പ്രതിനിധി ജയിക്കുമെന്ന ഉറപ്പാണ്. അത് ചിലപ്പോൾ ഒരു സീറ്റ് കൂടി ജയിക്കാനുള്ള അവസരം അവർക്കുണ്ട്. ചാൻസലറായ ഗവർണർക്ക് വോട്ടവകാശമുണ്ടെങ്കിലും അദ്ദേഹം വോട്ട് ചെയ്യാനെത്തില്ല. അതുകൊണ്ട് തന്നെ 2 പേരിൽ കൂടി ജയിപ്പിക്കാനുള്ള സാധ്യത BJPക്കില്ല. ഒരു സീറ്റ് വിജയിക്കുമെന്ന് ഉറപ്പാണ്. മറ്റ് 8 സീറ്റുകൾ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. ഏതായാലും വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വലിയ സംഘർഷം സർവകലാശാലയിൽ രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഈ VCയുടെ കാറിന്റെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് ഈ സർവകലാശാല സമരങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണം. അത്രത്തോളം സംഘർഷഭരിതമായോ കാര്യങ്ങൾ? VCയെ സിൻഡിക്കേറ്റ് അംഗങ്ങളും അധ്യാപക സംഘടന നേതാക്കളുമാണ് ഉപരോധിച്ചത്. പുറത്ത് SFI വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനിടയിലാണ് VCയുടെ കാറിന്റെ ഇടതുവശത്തെ 2 ടയറുകളിലെ കാറ്റ് ആരോ തുറന്നുവിട്ടത്. SFI പ്രവർത്തകർ എന്നാണ് സർവകലാശാല ഇപ്പോൾ ആരോപിക്കുന്നത്. SFI ആ ആരോപണം നിഷേധിക്കുന്നു. തങ്ങൾ അത്തരത്തിൽ ആരുടെയും കാറ്റ് തുറന്നുവിട്ടിട്ടില്ല എന്ന നിലപാടാണ് SFI പ്രവർത്തകർ സ്വീകരിക്കുന്നത്. VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സംഘർഷത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് മന്ത്രി R. ബിന്ദു. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ സർവകലാശാല നോക്കിക്കോളുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ അത് അന്വേഷിക്കട്ടെ. നിങ്ങൾ സംഘർഷം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ ഇപ്പൊ 1 മണിക്കൂർ മുമ്പ് ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോ അവിടെ ഒരു സംഘർഷവും ഇല്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോയതാണ് ആ സ്ഥലത്ത്. ദയവ് ചെയ്ത് വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഇതാണ് സ്ഥിരം സംഭവം. ഏത് നമ്മൾ പറയുന്ന പോസിറ്റീവായ ഒരു സ്റ്റെപ്പും കൊടുക്കാതെ, എല്ലാവരും അല്ല ഞാൻ പറയണത്, മിക്കവാറും ആളുകൾ പോസിറ്റീവായി തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലരെങ്കിലും ആ വാർത്താ സമ്മേളനത്തിന്റെ സ്പിരിറ്റ് വഴിതിരിച്ചു വിടാനുള്ള ചോദ്യങ്ങളുമായി കടന്നു വരിക. കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ? അത് മൂവാറ്റുപുഴ നിർമ്മല